ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് ചന്ദ്രഗിരി ഹിൽസിലേക്കാണ് പോകുന്നത്. കാഠ്മണ്ഡുവിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ കേബിൾ കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാലങ്കി ടൗണിൽ നിന്ന് കയറി ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്ന കേബിൾ കാറിൻ്റെ ബേസ് സ്റ്റേഷനിലെത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ നേപ്പാളിൽ വരുമ്പോൾ ഒരു ലോക്കൽ ഗൈഡ് അല്ലെങ്കിൽ ലോക്കൽ ആളുള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ ആൾക്കാർ പറ്റിക്കും. ബസ്സുകാരൻ പറ്റിപ്പിച്ചു. ഇപ്പോൾ ഇന്നലെ 80 രൂപ മാത്രം, മീൻസ് 40 രൂപ മാത്രം ഉണ്ടായിരുന്ന ദൂരത്തിന് ഇന്ന് അയാൾ 250 രൂപ ചോദിച്ചു ഒരു ബസ്സുകാരൻ. ഇത് നമ്മുടെ നാടല്ലാത്തവരുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല, കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം അതിലും കൂടുതൽ ദൂരം വന്നിട്ട് 50 രൂപയുള്ളൂ. അതാണ് അതിലും വലുത്. അപ്പോൾ ലോക്കലായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊരു 10 മിനിറ്റ് നടക്കണമെന്ന് പറഞ്ഞാൽ കുത്തനെ കയറ്റമാണ്. ഗൈസ്, നമ്മൾ പോണത് ഈ മലയുടെ മേളിലേക്കാണ് കേട്ടോ. അവിടെ കേബിൾ കാർ കാണാൻ പറ്റും. ഈ മലയുടെ മേളിലേക്കാണ് അത് പോണത്. അപ്പോൾ നമ്മൾ ഈ കേബിളിൽ കാർ കയറാൻ വേണ്ടിയാണ് ഈ നടന്നു പോണത്. അവിടം വരെ എത്തണം, അതാണ് ഏറ്റവും വലിയൊരു ചടങ്ങ്. ഞങ്ങളുടെ വണ്ടിയില്ല, ഞങ്ങൾ ബസ്സിന് വന്നേ. അപ്പോൾ അത്രയും ദൂരം നടക്കണം. അടിപൊളിയായിരിക്കും. ഇത് അത്യാവശ്യം മനേക്കാൾ ഹൈറ്റുള്ള കേബിൾ കാറാണെന്നാണ് പറഞ്ഞത്. കയറി നോക്കട്ടെ അല്ലേ താമേ? അവിടെ വരെ പോണം ഗൈസ്. അടുക്കും തോറും ഉള്ളിലെന്തോ ഒരു നെഞ്ചെടുപ്പ്. ഇതാണ് കേബിള്. എവിടെ നിന്ന് പറഞ്ഞാൽ ഇറങ്ങിയാനുണ്ട്. എല്ലാം കൂടി കയറി അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മലയുണ്ട്, അതിൻ്റെ മേളിലോട്ടാണ് പോണേ. അവിടേക്ക് ഇറങ്ങി വന്നുണ്ട്. നടക്കാറുണ്ട്, കുലുക്കുണ്ടാവും. സോറി ഗൈസ് അങ്ങനെ നടന്ന് ബേസ് ക്യാമ്പിൻ്റെ ഇവിടെ എത്തി. കേബിൾ കാറിൽ കയറുന്ന സ്ഥലം ഇതിൽ ആ മലയുടെ പുറകോട്ട് അത് പോണത്. സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് ഇവിടെയാണ്. ഇവിടുന്ന് കയറി പോവും. ചെറിയൊരു പേടി ഇല്ലാതില്ല. കയറി നോക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ എൻട്രി ഗേറ്റിൻ്റെ അവിടെ എത്തി. സാമ എങ്ങനെയുണ്ട് നടത്താം? അടിപൊളിയാണ്. പക്ഷെ നടന്ന് മേളിലോട്ട് എത്താൻ ഇച്ചിരി പാടാണ്. വണ്ടി എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അങ്ങനെ അവൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അവൻ്റെ മസിൽ പിടിച്ച്, അതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആ കേബിൾ കാറിൻ്റെ ബേസിലെത്തി. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. കാണിച്ചു തരാം. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. എങ്ങനെയാണെന്ന് അറിയില്ല. വെയിറ്റൊക്കെ ചെയ്ത് കയറി പോകണമെന്നാണ്. ചന്ദ്രഗിരി ഹിൽസ്. ഇതാണ് വ്യൂ. ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. ഓ, ഇതാണ് കാഠ്മണ്ഡു സിറ്റി. ഇവിടെ നിന്നാണ് കാഠ്മണ്ഡു സിറ്റി ഫുൾ കാണാം. ചെറിയ ഇൻ്റർനെറ്റ് കൊടുത്ത രണ്ടും ഒരു പുള്ളിക്കാരൻ ഈ രാജ്യമൊക്കെ മൊത്തം പിടിച്ചെടുത്തത് ഇതിൻ്റെ മേളിൽ കയറുന്ന പുള്ളി വിഷൻ കണ്ടത് ഈ മലയുടെ മേളിൽ. ഗൈസ്, അങ്ങനെ ഇതാണ് ചന്ദ്രഗിരിയുടെ ടിക്കറ്റ് കൗണ്ടർ. എന്താ ഇത് വെച്ചാണോ? 760 ഇന്ത്യൻ റുപ്പീസ് അല്ലേ? അല്ലടാ, ഇന്ത്യൻ എത്ര? അത്യാവശ്യം റേറ്റ് ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് കൂടുതലുണ്ട് കേട്ടോ ഇവിടെ. ഇന്ത്യൻസിനൊക്കെ 1280 രൂപ വരും 2 സൈഡിലേക്ക്. ഇവിടെ നല്ല തിരക്കുണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. 2 വേ പാസ് 2560 രൂപ നേപ്പാളി റുപ്പീസ് വരും 2 പേർക്ക്. ഒരാൾക്ക് 1280 രൂപ വെച്ച് 2 സൈഡ്. സിംഗിൾ സൈഡ് പോണവരും ഉണ്ട്. അവരെങ്ങനെ തിരിച്ചു വരുമെന്നാവും. നടന്നു വരാൻ വല്ല വഴി ഉണ്ടാവായിരിക്കും. അത് ഞങ്ങൾ കയറട്ടെ വാ ഗൈസ്. അതുകൊണ്ട് ഇവിടെ എൻട്രൻസിൽ വരണം. അതാണ് ഗൈസ്. ഇവിടെ അതിലും വലിയ വ്യൂ ആണ്. ഇന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ടിക്കറ്റ് എടുത്ത് വെക്കുമ്പോൾ ഇവിടെ
3D പെയിൻറ്റിങ് വരയ്ക്കണമുണ്ട്. അടിപൊളിയാണ്. അവരോടൊരു ചെറിയൊരു പിക്ക് വെച്ചിട്ടുണ്ട്, അത് നോക്കി വരയ്ക്കും. നല്ല ക്യൂ ആണ്. സമയം ഗൈസ്, ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. എന്തായാലും ഞങ്ങൾ കയറും അല്ലേ? ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കയറും. ഓട്ടോന്നാവും. ഈ ടയറിലെ മൊത്തം പരിപാടി ഞങ്ങളകത്ത് കയറി. ചെറിയൊരു പേടിയില്ലാതില്ല. എന്തായാലും നിനക്ക് അവിടെ നിന്നാ വ്യൂ കിട്ടുള്ളൂ. അവിടെ നിന്നാ പുറകോട്ട് വ്യൂ. ഇങ്ങടായിരിക്കും വ്യൂ. കാഠ്മണ്ഡു. ऐसा है, आप छोड़ो, इनकी जान सबसे ज्यादा ये पतीले होंगे, ये जो पड़ेगी तो ഇവിടെ ഇരിക്കണം. വേണ്ട द्राक्ष के पेड़ होंगे ना इधर? അത് പോണത് എടുക്ക്. ചെറിയൊരു പേടിയില്ലാതില്ല, നല്ല പേടിയുണ്ട്. ഈ ഹൈറ്റ് കുറച്ച് പേടിയുള്ള സംഭവം, പക്ഷെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നു അല്ലേ? ഫോൺ പോയാൽ പിന്നെ തീർന്നു, പിന്നെ തിരിച്ചു കിട്ടുന്നില്ല. अच्छा ആഗ്ര. Oh, we are from Kerala. अच्छा उधर पूछ रही है? We are from Kerala. We are from Agra. Okay. Agra. City of Taj Mahal. Okay. You are from city अरे भैया God's own country, Kerala. കൊച്ചി കൊച്ചി Kochi. Kochi. yes, good one, new version. I am Sharjah. മേളിൽ നിന്ന് താഴോട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ചെറിയ പേടിയുണ്ട്. ഇതിന്റെ ഗ്ലാസ് ക്ലിയർ അല്ല, അതുകൊണ്ട് വീഡിയോ കിട്ടില്ല. अरे हवा चल रही है, देखो पेड़ कैसे हिल रहे हैं। अच्छा, अच्छी हाइट पर है। 2500 मीटर कह रहा था हाईएस्ट है, सेकंड हाईएस्ट कह रहा है। ആക്ച്വലി ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. തിരിച്ചിറങ്ങുമ്പോഴുണ്ട് പേടി. മേലോട്ട് കയറുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നണില്ല, പക്ഷെ തിരിച്ചിറങ്ങുമ്പോ ചിലപ്പോ പേടിയോ. ഇനിയുണ്ടോ ഗൈസ്? എത്തിയിട്ടില്ല കേട്ടോ. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. ഇനി പേടികൊണ്ട് മുഖം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും, പക്ഷെ എന്ത് ചെയ്യാൻ, വെളിപ്പോട്ട് തിരിച്ചു വരണം, അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ കേബിൾ കാർ അങ്ങോട്ട് പോകും. ഗൈസ് അങ്ങനെ ഞങ്ങൾ അറിയും. ഇതായിരുന്നു കേബിൾ കാർ.
സംഭവം കൊള്ളാട്ടോ. അടിപൊളിയാട്ടോ. എടുത്തത് This is cable car. Guys, this is cable car. 2500 feet meter from sea level. 2500 meter feet from sea level ആണ്ടോ. ഇനി പോകുമ്പോഴാണ് പേടിയാണ്. കയറി വന്നപ്പോൾ അത്രക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു, ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ യൂട്യൂബറിനാ പ്രശ്നം. നിങ്ങളുടെ യൂട്യൂബർ എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുള്ള സംഭവമാണ്, അതാണ്. ആക്ച്വലി ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. നൈറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ല, ലക്ഷറി ഹോട്ടലാണ്. 2500 ഫീറ്റ് മേലുള്ളത്. ദിസ് ഈസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് നേപ്പാൾ. നേപ്പാളിൻ്റെ നോട്ടിലേക്ക് ഉണ്ടാവും ഈ സാധനം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നാഷണൽ ഫ്ലവർ. ഗൈസ് ഇവിടുന്ന് കാണാൻ പറ്റുന്ന 2 ഐസ് മൗണ്ടൻസ് ആണിത്. പക്ഷേ സംഭവം ഇന്ന് വെതർ ഓക്കെ അല്ലാത്തതുകൊണ്ട് ഒറ്റ ഐസ് മൗണ്ടനും കാണുന്നില്ല. ഷോക്കായി പോയി. മേളിൽ ചെന്ന് കാണിച്ചു തരാം വെതർ. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നു കയറി മേളിലോട്ട് പോകാനുണ്ട്. മേളിൽ ചെല്ലുമ്പോൾ ഉള്ള വ്യൂ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കറക്റ്റ് എന്താ സംഭവം എന്നറിയില്ല, അവിടെ ചെല്ലണം. ദിസ് ഈസ് ദ ഹൈയസ്റ്റ് സിപ്പ് ലൈൻ ഇൻ കാഠ്മണ്ഡു. ടിക്കറ്റിന് എത്രയാണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ കയറണമില്ല. 2551 മീറ്റർ ഉണ്ട്. പിന്നെ ഫ്രീ ടിക്കറ്റ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാകും. കണ്ട ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 2 സിപ്പ് ലൈൻ ഉണ്ടെന്നോ ഉണ്ടോ. ഇത് മറ്റേ സൈക്കിളാ, സൈക്ലിങ്ങാ. ലോങ് സിപ്പ് ലൈൻ 800, നോൺ റെസിഡൻസിന് 600, സ്കൈ സൈക്ലിംഗ് 1100. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ മറ്റേ പുറത്തെ രാജ്യത്തെ പോലെ മറ്റേ പേരൊക്കെ ചെയ്തിരുന്ന സംഭവമുണ്ട്. അടിപൊളി ലോക്സ്. കപ്പിൾസിന് വേണ്ടിയുള്ള ഇവിടെ ഏതെങ്കിലുമൊക്കെ മലയാളികൾ ഉണ്ടാവും. പക്ഷേ എവിടെ മോണിക്ക അത് ഇംഗ്ലീഷാണ്, അല്ല അത് ഹിന്ദിക്കാരല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരാണ്. മലയാളികൾ ഉണ്ടാവും. പക്ഷേ അമ്മു അനീഷ അമിതാടാ. അമിതാണ്. ഏതെങ്കിലും മലയാളി ഇല്ലാണ്ടിരിക്കില്ല. USA ജെയിൻ. അനു മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ചെക്കൻ്റെ പേര് ഓടി നോക്ക്. ജപ്പാനീസ് ഒക്കെ ഉണ്ടല്ലോ. ആ എവിടെയെങ്കിലും ഒരു ഇന്ത്യക്കാരനല്ലെങ്കിൽ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനില്ലാണ്ട് എന്തായാലും ഇരിക്കില്ല. അവിടെ നിങ്ങളുടെ ഒരു ടെമ്പിളും സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു എവറസ്റ്റ് വ്യൂ പോയിന്റ് ഉണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. ആക്ച്വലി ഈ പുള്ളിക്കാരനാണ് മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഭവം. ഈ മലയുടെ മേളിൽ വന്നിട്ട് കാഠ്മണ്ഡു സിറ്റി മൊത്തം കണ്ട് അങ്ങനെ 3 ഭാഗങ്ങളായിരുന്ന സംഭവം എന്തൊക്കെ ചെയ്ത് കെട്ടിപ്പിടിച്ചു. ഇങ്ങനെയാണ് ഇവിടുത്തെ ഹോണറബിൾ പ്രസിഡൻറ്റ് ഓഫ് നേപ്പാൾ. ഇതാണ് മറ്റേ നേരത്തെ പറഞ്ഞ ആ സംഭവം. ഇതിൻ്റെ മേളിൽ നിന്നാണ് ഇവർ കാഠ്മണ്ഡു സിറ്റി മൊത്തം നോക്കി കണ്ട് പിടിക്കാൻ നോക്കി. ബ്രോ
ഇവിടെ നിന്നാണ് പുള്ളിക്കാരൻ കാഠ്മണ്ഡു സിറ്റി മൊത്തം പിടിച്ചെടുത്തത്. ഇവിടെ നോക്കി കണ്ടാണ് ഇവിടെ ഏരിയ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേളിൽ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റേ ആ 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ കാണാം. അതിൻ്റെ പൂളൊക്കെ കാണാം. 2500 അടി ഹൈറ്റിലുള്ള ലക്ഷറി ഹോട്ടൽ. ഇൻഫിനിറ്റി പൂളുണ്ട് അവിടെ. പിന്നെ ഹെലിപ്പാഡ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നേപ്പാൾ ഫുൾ കാണാം. നേപ്പാളല്ല, കാഠ്മണ്ഡു ഫുള്ളാണ്. ഗൈസ്, ഇതാണ് ഏത് റൈസ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഭാഗം തോന്നണേ. ഇവിടുന്ന് ഒരു എവറസ്റ്റ് വ്യൂ ഉണ്ട്. ഇതാണെന്ന് തോന്നണേ. ക്ലൗഡ് കറക്റ്റ് അല്ലാത്ത കൊണ്ട് വേറെ മൗണ്ടൻസ് ഒന്നും കാണുന്നില്ല. ആ ടെമ്പിളിൻ്റെ ബാക്ക് വശം എല്ലാവരും മണിയൊക്കെ അടിച്ചിട്ട് പോകുന്നു. ഓ, മൗണ്ട് എവറസ്റ്റ് ഇവിടെ നിന്നോട്ടോ. എടാ, ഇവിടെ നിന്നാണ് ഈ പോസ്റ്റിനാണ്. ഇവിടെ തന്നെയാടാ, ഇവിടെ തന്നെ. ആക്ച്വലി ഗൈസ്, ഈ സൈഡ് കണ്ടൊക്കെയാണ് മൗണ്ട് എവറസ്റ്റ്. പക്ഷേ ക്ലൗഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റണില്ല. അത് മൊത്തം മേഘം മൂടിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷറി ഹോട്ടൽ. അടിപൊളി വ്യൂ ഉണ്ട് അവിടെ നിന്ന്. സെറ്റപ്പൊന്നുമില്ല, അത്ര വലിയ സെറ്റപ്പൊന്നും തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ ചെക്കൻ മൗണ്ട് എവറസ്റ്റ് എല്ലാവരുടെയും ഡ്രീമാണ് കാണാൻ. ഞങ്ങളങ്ങനെ ഞങ്ങളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ഇതേ നിൽക്കുന്നു നമ്മുടെ ചെക്കൻ. ദൂരെ നിന്നാണെന്നുണ്ടെങ്കിലും നേരിട്ടൊന്ന് കണ്ടു. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ, എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ്. ആക്ച്വലി കുറച്ചും കൂടി കാണാൻ പറ്റണേ സുഖമായിരുന്നു. പക്ഷേ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. എന്നാലും ഇത് നോർമലാണ്, പ്രോ സീരീസ് അല്ല. അതുകൊണ്ടാണ് ഇത്രയും സൂമുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം കാണുന്നുണ്ട്. ആക്ച്വലി കല്യാണം കഴിഞ്ഞൊരു കപ്പിൾസൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നതെന്ന് തോന്നുന്നു. അവരുടെ ഫേസ് പറ്റണേ കാണിച്ചതാണ്. ഫോട്ടോഷൂട്ട് തോന്നണല്ലേ. ഗൈസ്, അങ്ങനെ എവറസ്റ്റ് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങളിവിടെ വന്ന് തിരിക്കുകയാണ്. ഇതിൻ്റെ മേളിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാം. പിന്നെ അടിപൊളിയാണ് ഗൈസ്. ഇവിടേക്ക് വണ്ടിക്ക് കേട്ടോ, പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും. ആക്ച്വലി ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ എവറസ്റ്റ്. ഗൈസ്, വെറുതെ മേളൂരെ പോകണ്ടായിരുന്നു. ഇവിടെ നിന്നുണ്ടെങ്കിൽ എവറസ്റ്റ് ഒക്കെ കാണാമായിരുന്നു. പക്ഷേ വെതർ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ വെതർ ക്ലിയറായി. ബിക്കോസ് വെയിലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ വെതർ ക്ലിയറായി. ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ബാക്കിലുണ്ട്, ഫ്രണ്ട് ക്യാമറയിൽ കാണാമെന്നറിയില്ല. എവറസ്റ്റ് വ്യൂ ഈ കാണുന്നതാണ് എവറസ്റ്റ് മൗണ്ടൻ. ഗൈസ്, ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ കേബിൾ കാർ വരുന്നു. അവിടെ മൗണ്ട് എവറസ്റ്റ് നിൽക്കുന്നു. അടിപൊളി വ്യൂ ആണ്. ഒരെണ്ണം അങ്ങോട്ട് പോകണുണ്ട്.
ഗൈസ് അങ്ങനെ തിരിച്ചിറങ്ങിയാണ്. ഇതാണ് തിരിച്ചു പോണ ക്യൂ. കേബിൾ കാർ അവിടെ ഫുള്ളായിട്ട് ഇത് പോകുന്നുണ്ട്. ഇതാണ് സംഭവം. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാണ്. സാധനം എങ്ങനെയുണ്ടായി? അടിപൊളി. ഗൈസ് നമ്മുടെ വണ്ടി വന്ന് ഗൈസ് താഴത്തേക്ക് നല്ല സ്പീഡാണല്ലോ. താഴത്തേക്ക് ചെറിയ ചെരിവൊക്കെ ഉണ്ട് കേട്ടോ. പേടിയില്ലാതില്ല. മൗണ്ട് എവറസ്റ്റ് കാണാൻ ഇവിടുന്ന്. മൗണ്ട് എവറസ്റ്റ് കേബിൾ കാർ. ഇപ്പൊ സാധനം മേളിലാണ് ലെവൽസ്. ഇതാണ് എൻ്റെ അകത്തുനിന്നുള്ള വ്യൂ. വലിയ വീഡിയോ ഒന്നും തോന്നുന്നില്ല. കേവലൊന്നും ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പ്രോയായി. കപ്പാസിറ്റി എഴുതിയിട്ടുണ്ട്. കപ്പാസിറ്റി എത്ര? 8 persons or 640 kg. ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ 2014 ഉണ്ടാക്കിയതാ. ഫീറ്റിന്റെ മേളില് ചേച്ചിമാര് ടിക്ടോക്ക് കളിക്കുന്നു. മൗണ്ട് എവറസ്റ്റ് ഒക്കെ നല്ലതായിട്ട് കാണാം. ഇവിടെ അടിപൊളി വ്യൂ ആട്ടോ. ആക്ച്വലി ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട്. മേലെ പോകേണ്ട ആവശ്യം ഉണ്ടായില്ല. വെതർ ക്ലിയർ ആയിരുന്നെങ്കിൽ നല്ലതായിട്ട് കാണാം. അടിപൊളിയായിട്ട് കാണാം. ഇവർക്ക് ടിക്ടോക്ക് കളിക്കാൻ വേണ്ടി ഓടി കളിക്കുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് എങ്ങനെയും നിരത്തെത്തി കഴിയുന്നതാണ്. വേറെ ലോകത്താണ് ഈ പയ്യൻ. നമുക്കിവിടെ വീഡിയോ എടുക്കുമ്പോഴാണ് ഓരോരുത്തരും ആക്ച്വലി ഈ റോപ്പാണ് മൂവ് ചെയ്യണത്. റോപ്പിന് അനക്കൊന്നുമില്ല. റോപ്പാണ് മൂവ് ചെയ്യണത്, റൗണ്ട് ചെയ്യണത്. കാണിച്ചാൽ ഏറ്റവും ടോപ്പിലെ പോലെ കാണില്ല. ഇറങ്ങി नेपाली songs. Next level. Langsung semua aus eh. Aus itu. Cable car may not stop due to electric disruption, thunderstorm, high wind or any technical issues. അയ്യോടെ കൈ ഉണ്ടായോ സ്ലോ ആയേ നിന്നു പോയ ഇപ്പം കാണത്തില്ല കേട്ടോ. നല്ലതായിട്ട് കാണത്തില്ല. വീഡിയോ
കാടാണ് ഈ സൈഡിൽ പേടിയൊന്നുമില്ല. പക്ഷേ ആ സൈഡിലോട്ട് പോകുമ്പോ അവിടെ അടിപൊളിയാണ്. ഫുൾ കാഠ്മണ്ഡു ഇത് ഗ്ലാസ് ആയിരുന്നെങ്കിലോ അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ ആയിരുന്നു. ശരിയാണ്ടോ, ഒരു അടിയിലൊക്കെ ഗ്ലാസ് ആക്കി വെച്ചെങ്കിൽ സെറ്റായിരുന്നു. ഇപ്പൊ തന്നെ ഇരിക്കാൻ പേടിയുണ്ട്. അത് ചൈനയിൽ അങ്ങനത്തെ സംഭവം നമുക്ക് വേണ്ടി മാറി തന്നു. ഓക്കെ പക്ഷെ അത് കുറച്ച് ഭാഗമാണല്ലോ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ 2 മല കൂടി ക്രോസ് ചെയ്ത് പോകണം. ആക്ച്വലി ആ മേളിലെ മല കാണില്ല, ഇതൊരു സ്റ്റേജ് പോലെയുണ്ട്. സ്റ്റേജിന്റെ അപ്പുറത്തുനിന്ന് അടുത്ത ഹൈറ്റിലേക്കുള്ള മല തുടങ്ങുന്നത്. ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് 2-3 ലെവല് കഴിഞ്ഞ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ കാണാൻ പറ്റും താഴത്തേക്കുള്ള और हमारे किसके साथ है ना ഫോക്കസ് ആണ്, ഗ്ലാസ് കൊള്ളില്ലാതെ കാണും. पागल मान्छे भने तल म गाडीमा चढ्न दिन्न बुझिस मेरो चाबी माग्छु मेरो काका हो। Yes guys, we landed. कसरी गयो Yes guys, we landed तान्छ भाइ safely. കൊച്ചിങ് ഹാപ്പി, ഞാനും ഹാപ്പിയായി. ഓക്കെ ഓക്കെ, ബൈ ബൈ. അങ്ങനെ കേബിൾ കാറിനോട് ബൈ ബൈ.